നീ അത്ര മിടിക്കൊന്നുമല്ല, നീ അത്ര വലിയ പുള്ളിയൊന്നുമല്ല, നിനക്ക് 6-7 വർഷം കഴിഞ്ഞല്ലേ പിള്ളേരുണ്ടായത്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, പിന്നെ ഈ റിയാക്ട് ചെയ്യുമ്പോൾ ചിലർ പറയുന്നുണ്ട് ഇങ്ങനെയുള്ളവർക്ക് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ഹരമാണ്, പറയാനുള്ള ഒരു ഹരമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ കോൺഫിഡൻസ് തല്ലിക്കെടുത്താൻ പാകത്തിന് സംസാരിക്കുന്ന ചില ആളുകളുണ്ട്. ഇനി നിന്നെ കണ്ട എന്തിനു കൊള്ളാം, ഇവളുടെ ഫാമിലി എത്ര പോരാ കമ്പയറിങ് ടു ഹസ്ബൻഡിൻ്റെ ഫാമിലി. ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഐ എം ദിവ്യ ബ്രിൻഡോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനായിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ രേഖപ്പെടുത്തിക്കൊള്ളുക. അഭിപ്രായങ്ങളായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്രമാസക്തമായിട്ട് ആ രീതിയിൽ കമൻറ്റ് ചെയ്യുന്നത് എന്താ പറയുക, ഒഴിവാക്കുക. നിങ്ങൾ കമൻറ്റ് ചെയ്തോ, കുഴപ്പമില്ല. കമൻറ്റ് ചെയ്യുമ്പോൾ ഒരു മനുഷ്യനാണെന്നുള്ളൊരു പരിഗണന കാണിക്കണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം നിങ്ങളോട് ഒരു മനുഷ്യരോടും ഞാൻ പറയാറില്ല എൻ്റെ വീഡിയോ ഇരുന്ന് കാണ് താല്പര്യം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. ഓക്കെ, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുണ്ടെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ എന്നാണേലും ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഉള്ള വീഡിയോസിൽ ഞാൻ ചില കമൻസുകൾ കാണാറുണ്ട്. ഞാൻ കമൻറ്റിന് അങ്ങനെ റിയാക്ട് ചെയ്ത വീഡിയോ ചെയ്യുന്നതല്ല ഇത്. പക്ഷേ ചില കമൻറ്റുകൾ കാണുമ്പോൾ എനിക്ക് ആദ്യമേ ചിരിയാണ് വരണേ. സത്യം പറഞ്ഞാൽ ശരിയാണ് വരണേ. പിന്നെ ഞാൻ ഓർക്കുന്നത് ഇതെന്താണ് പോലും ഇങ്ങനെ ഒരു കമൻറ്റ് ഇടാം, ആ വ്യക്തി ഇങ്ങനെ ഒരു കമൻറ്റ് ഇട്ട എന്തുകൊണ്ടായിരിക്കും, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാനുള്ള കാര്യം പറയാമല്ലോ, ഞാൻ നല്ലൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പോലും ഇപ്പോൾ മറ്റുള്ളവരുടെ നല്ല വീഡിയോസ് ഒത്തിരി ചാനലിൽ ഞാൻ കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ നല്ല വീഡിയോ കണ്ടു കഴിഞ്ഞാലും കൊള്ളാം എന്ന് അപ്രിഷ്യേറ്റ് ചെയ്ത് പോലും ഞാൻ ഒത്തിരി കമൻറ്റ് ഇടാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് ഞാൻ അങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്തും കുറ്റപ്പെടുത്തി ഒന്നും കമൻറ്റ് കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് കൂടിപ്പോയാൽ ഞാൻ പറയും. കുറ്റപ്പെടുത്തി ഞാൻ അങ്ങനെ കമൻറ്റ് ഇടാറില്ല മാക്സിമം ആരുടെ ഒരു വീഡിയോയിൽ. എനിക്കിപ്പോൾ ഇഷ്ടമില്ലാത്ത വീഡിയോ ആണെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട്. ഒത്തിരി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കൊള്ളാം, അടിപൊളി എന്നൊക്കെ ഇടാറുണ്ട്. അതും കുറവാണ്. ഞാൻ ആരെയും ദ്രോഹിക്കാനും പോകാറില്ല, അപ്രിഷ്യേറ്റ് ചെയ്യാനും പോകാറില്ല. ഓക്കെ, കമൻറ്റ് ഇടണം, അത് നല്ല കാര്യമാണ്. പക്ഷേ ഈയിടെ ഒരു കമൻറ്റ് ഞാൻ കണ്ടു, നീ അത്ര മിടിക്കൊന്നുമല്ല, നീ അത്ര വലിയ പുള്ളിയൊന്നുമല്ല, നിനക്ക് 6-7 വർഷം കഴിഞ്ഞല്ലേ പിള്ളേരുണ്ടായത്, നീ ഏതാ എന്നൊക്കെ പറഞ്ഞേ ബ്ലാ ബ്ലാ ബ്ലാ. അപ്പോൾ എനിക്കത് കണ്ടിട്ട് എന്താ പറയുക, ഇത് മനുഷ്യൻ തന്നെയാണോ ഇങ്ങനെ കമൻ്റ് ഇടുന്നത് എന്ന് ഞാൻ ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ച് പോകണം. ഒരു മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ ഒരു കമൻറ്റ്, അയാൾക്കൊരു മനസ്സ്, ഒരു ബ്രെയിന്, ഹേർട്ട്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുമല്ലോ. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് മറ്റുള്ളവരെ അങ്ങനെ വിഷമിപ്പിക്കാൻ പാകത്തിന് കമൻറ്റ് ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്തുകൊണ്ടോ അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടു, ഫേക്ക് അക്കൗണ്ടാണ്. പക്ഷെ അതിൻ്റെ താഴെയുള്ള ലൈക്സാണ് കണ്ടിട്ട് എന്നെ അമ്പരപ്പിച്ച് കളഞ്ഞ കാര്യം. ലൈക്ക് ചെയ്ത് മൊത്തം പെണ്ണുങ്ങളാണെന്നുള്ളതാണ്. മൊത്തം എന്നല്ല, ഒരു ഏകദേശം കുറേ പേര് പെണ്ണുങ്ങളാണ് ലൈക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഒരാളുകളായിരിക്കണമല്ലോ ലൈക്ക് ചെയ്യുന്നതും. അതും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് കേട്ടോ. അതിനെപ്പറ്റി ഇനിയൊന്നും പറയാനില്ല. അതാണ് ഒരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ പറഞ്ഞില്ലേ, നിൻ്റെ പേരൻസിനെ എന്താ കാണിക്കാത്തത്, നിൻ്റെ പേരൻസിനെ എന്താ കാണിക്കാൻ കൊള്ളത്തില്ലേ. പിന്നെ വേറെ കമൻസ് വന്നു, എന്താ ഇവളുടെ ഫാമിലി എത്ര പോരാ കമ്പയറിങ് ടു ഹസ്ബൻഡിൻ്റെ ഫാമിലി, ഇവളുടെ ഫാമിലി എത്ര പോരാ എന്നൊക്കെ. എനിക്കറിയത്തില്ല, ഞാൻ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പറയുന്നത്. അത് തീർത്തും എന്താ പറയുക, തലേ കയറിയിരിക്കുക എന്ന് പറയും അല്ലേ. അതൊരിക്കലും പ്രോത്സാഹിപ്പിച്ച് തരാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല, മൈൻഡും ചെയ്യുന്നില്ല, അത് വേറെ കാര്യം. പിന്നെന്താ, ഇങ്ങനെ ഒത്തിരി കമൻസ് കണ്ടിട്ടോ. അതിനടിയിൽ വരുന്ന ഇപ്പം ഞാൻ പറയാൻ വന്ന ഫാക്റ്റ്, നെഗറ്റീവ് കമൻസ് ഇടുന്നത് ഫേക്ക് അക്കൗണ്ടിൽ നിന്ന്. ഓക്കെ, നമുക്കിപ്പോൾ നേരെ വന്ന് പറയാൻ ബുദ്ധിമുട്ടായത് കാരണം അങ്ങനെ ഫേക്ക് അക്കൗണ്ട് ത്രൂ അങ്ങനെ നെഗറ്റീവ് കമൻസ് ഡംപ് ചെയ്തിട്ട് പോകുന്നു. പക്ഷെ അതിൻ്റെ താഴെയുള്ള ലൈക്സിൻ്റെ കാര്യമാണ്. ലൈക്ക് ചെയ്യുന്നവരെല്ലാം ആ ഒരു ലൈക്ക്, അയാൾ പറഞ്ഞ കാര്യത്തിനോട് യോജിക്കുന്നു എന്ന് ഉള്ളൊരു മൈൻഡുള്ളവരാണല്ലോ ഈ ലൈക്ക് ചെയ്യുന്നത്. ലൈക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളുമാണ്, കുറേ പെണ്ണുങ്ങളാണ് ലൈക്ക് ചെയ്തെന്നുള്ളതാണ്. അതാണ് എന്നെ ഒരു അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം. പിന്നെ കോൺഫിഡൻസ് തല്ലിക്കെടുത്താൻ പാകത്തിന് സംസാരിക്കുന്ന ചില ആളുകളുണ്ട്. ഇനി നിന്നെ കണ്ട എന്തിനു കൊള്ളാം, നിന്നെ കണ്ട കൊള്ളാമോ എന്നൊക്കെ പറഞ്ഞിട്ട്, നിൻ്റെ പല്ലെന്തോ ഉന്തിയിരിക്കുന്നേ, നിൻ്റെ തലയെന്തോ ഇങ്ങനെ ഇരിക്കുന്നേ, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട് കേട്ടോ. അതെന്നെ എൻ്റെ അടുത്തോടെ പോലും പോകാറില്ല. ഞാനത് എന്താ പറയുക, മൈൻഡിലേക്ക് എടുക്കാറേ ഇല്ല അങ്ങനത്തെ കമൻസ്. എനിക്ക് അങ്ങനെ
എത്ര പ്രാവശ്യം നിന്ന് എൻ്റെ ചുറ്റിനും നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല. അതാദ്യം മനസ്സിലാക്കണം ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നവർ കേട്ടോ. വെറുതെ ടൈം കളയാവുന്നേ ഉള്ളൂ, വെറുതെ. അങ്ങനെ പറഞ്ഞാൽ എന്താ, അങ്ങനെ ഇരിക്കുന്നവരോ അയ്യോ എന്നെ കാണാൻ കൊള്ളത്തില്ലേ എന്നോർത്തിങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആളുകൾ കാണും. അത് അവിടെ പോയി അങ്ങ് പറയാം കേട്ടോ. എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓക്കെ. പിന്നെ ഈ റിയാക്ട് ചെയ്യുമ്പോൾ ചിലർ പറയുന്നുണ്ട് ഇങ്ങനെയുള്ളവർക്ക് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ഹരമാണ്, പറയാനുള്ള ഒരു ഹരമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ കളിയാക്കുന്നവരെ നോക്കിയാൽ എന്നടാ കളിയാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെയും കളിയാക്കാനുള്ള മോട്ടിവേഷൻ കൂടുന്നു. ആയിക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല, എന്നേലും കാണിക്കുക, എന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല കേട്ടോ. പിന്നെ ഞാൻ മെയിൻലി കണ്ടുവരുന്നൊരു പ്രവണതയാണ്, ഇപ്പം ഞാനാണ് വീഡിയോ എടുക്കണമെങ്കിൽ കമ്പയർ ചെയ്യും. ദിവ്യ അത്ര പോരാ, ദിവ്യയുടെ മമ്മി കൊള്ളാം, അനിയത്തി കൊള്ളാം, അമ്മായിയമ്മ കൊള്ളാം, പക്ഷെ ദിവ്യ അത്ര പോരാ എന്ന് പറയും. ഇപ്പോൾ വേറെ ആരെങ്കിലും ആണ് വീഡിയോ എടുക്കുന്നത്, അതിനകത്ത് ഞാൻ വരുവാണെങ്കിൽ പറയും ആ വ്യക്തി എത്ര പോരാ, ദിവ്യ അടിപൊളിയാണ്. ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്ന ഒരു പ്രവണത ഞാൻ കണ്ടുവരുന്നത്. അത് എന്തുകൊണ്ടാണത് അങ്ങനെയെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്തെങ്കിലും ആട്ടെ. പിന്നെ മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്യുമ്പോൾ അത് പിന്നെ ഒരു അഭിപ്രായമായിട്ട് മാത്രമായിട്ട് ഞാൻ എടുക്കുന്നുള്ളൂ. മേക്കപ്പ് ഇടുന്നേക്കാളും നല്ലത് മേക്കപ്പ് ഇടാത്തതാണ്. ഓക്കെ, ആയിരിക്കാം, മേ ബി. അത് പിന്നെ നെഗറ്റീവായിട്ട് ഞാൻ എടുക്കുന്നില്ല. പക്ഷെ നമ്മളിങ്ങനെ 3-4 മണിക്കൂറൊക്കെ ഒരു മേക്കപ്പ് വളരെ കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നതിനെ, കഷ്ടപ്പാടാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഒത്തിരി എഫോർട്ട് എടുക്കുന്നുണ്ട്. ഈ ക്യാമറ വെച്ച് അത് ക്യാമറയിൽ പിടിച്ച് അതിൻ്റെ ഒപ്പം മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ മേക്കപ്പ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കേട്ടോ അത്ര ഈസി അല്ല എടുക്കാനായിട്ട്, ഒരിക്കലും ഈസി അല്ല. മീൻസ് എന്തെങ്കിലുമൊക്കെ ഇട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ ഓക്കെ. നമ്മളൊരു പ്രോ രീതിയിൽ മേക്കപ്പ് ഇടുമ്പം നല്ല രീതിയിൽ ടൈമും എടുക്കും, എഫോർട്ടും ഉണ്ട്, നല്ല പണിയുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കമൻറ്റ് വരുമോ നിങ്ങൾ മേക്കപ്പ് ഇടുന്നേക്കാളും നല്ല ഇടാത്തതാണെന്ന് പറയുമ്പോൾ നമുക്ക് അത്ര സുഖം തോന്നില്ലാത്തൊരു കമൻറ്റാണ് കേട്ടോ. പക്ഷേ അവരെ തെറ്റ് പറയാൻ പറ്റില്ല, അവർക്ക് ചിലപ്പോൾ എന്നെ മേക്കപ്പ് ഇടാണ്ട് കാണാനായിരിക്കും ഇഷ്ടം. അത് ഞാൻ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ. പിന്നെ ഞാനും എൻ്റെ ഇൻലോയും കൂടെ വീഡിയോസ് ചെയ്യുമ്പോൾ ഉള്ളൊരു കമൻറ്റാണ് കേട്ടോ, അവൾക്ക് തീരെ ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത കുട്ടിയാണ്, അമ്മയമ്മ അനുസരിക്കുന്നില്ല എന്നുള്ളൊരു അങ്ങനത്തെ ഒരു കമൻറ്റ് കാണാറുണ്ട് കേട്ടോ. അതെനിക്ക് തോന്നിയായിരിക്കും. എനിക്ക് 30 വയസ്സായി, നമുക്ക് നമ്മുടേതായ ഞാനായിട്ട് തന്നെ ഇരിക്കുക, മമ്മിയായിട്ട് ഇരിക്കുക, ഇപ്പോൾ കിച്ചാമണിയായിട്ട്, അങ്ങനെ ഓരോരുത്തർക്കും ഒരു വേ ഓഫ് ടോക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ അവരുടേതായ ഒരു ജീവിതശൈലിയുണ്ട്. അതിപ്പോൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക മാറ്റാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. അപ്പം ഞങ്ങളുടെ ഇടയിലുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മമ്മിയായിട്ട് തന്നെ കാണുന്നു, മമ്മി എന്നെ മകളായിട്ട് തന്നെ കാണുന്നു. എൻ്റെ സംസാര രീതി മാറ്റാനോ ഒന്നും മമ്മി ശ്രമിക്കാറില്ല. പിന്നെ കാണുന്നവർക്ക് ചിലപ്പോൾ എൻ്റെ ഒരു വേ ഓഫ് ടോക്ക് ഇങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്. അപ്പം അത് കാണുമ്പോൾ ചിലർക്ക് തോന്നുമായിരിക്കും അഹങ്കാരി എന്നൊക്കെ തോന്നുമായിരിക്കും. എനിക്ക് എൻ്റെ കുറ്റമല്ല. അപ്പം അങ്ങനെ കുറേ കമൻസ് കാണാറുണ്ട് കേട്ടോ. പിന്നെന്താ, പിന്നെ ഉണ്ട്, ഞാനിതിപ്പോൾ ഓർത്ത് കിട്ടുന്നത് ഇങ്ങനെ പറയരുത് അങ്ങനെ.